സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീമഹാദേവ്യൈ നമഃ. നമസ്കാരം. ലളിതോപാഖ്യാനം അടുത്ത അധ്യായത്തിൽ ദേവന്മാരുടെ എല്ലാം സ്തുതി കേട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥനയെ കേട്ട് ആ ലളിതാ പരമേശ്വരി ത്രൈലോക്യത്തെയും പീഡിപ്പിക്കുന്നതായ ഭണ്ഡാസുരനെ നിഗ്രഹിക്കുവാനായി ഭണ്ഡാസുരനോട് യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറായി പുറപ്പെടുകയാണ്. ആ സമയത്ത് സപ്ത സമുദ്രങ്ങളും മദ്ദളധ്വനി കൊണ്ട് നിറഞ്ഞു എന്ന് പറയുകയാണ്. കൃത്വാ മാർദ്ദളികം രൂപം സപ്താംഭോരാശയസ്തത. സപ്തസമുദ്രങ്ങളെ കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കുമ്പോൾ അവയിലൊക്കെ വ്യത്യസ്തമായ ദ്രവ്യങ്ങളാണ് കാണുക. ഉപ്പ് സമുദ്രം മാത്രമല്ല, കരിമ്പ് നീര് ഉള്ള സമുദ്രം, മദ്യത്തിന്റെ സമുദ്രം, നെയ്യ് നിറഞ്ഞ സമുദ്രം, തൈര് നിറഞ്ഞ സമുദ്രം, പാൽക്കടൽ, ശുദ്ധജല സമുദ്രം, ഇങ്ങനെയാണ് പറയുക. അതൊക്കെ എന്താണ് എന്നും വാസ്തവത്തിൽ ഉള്ളതാണോ എന്നൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും നമുക്കിന്ന് പ്രത്യക്ഷത്തിൽ അനുഭവമായിട്ടുള്ളത് ഉപ്പ് സമുദ്രം മാത്രമാണ്. ഈ ദേവിയുടെ ഒപ്പം അനേക തരത്തിലുള്ള വാദ്യങ്ങളെ മുഴക്കിക്കൊണ്ടാണ് ആ സൈന്യങ്ങൾ. അതേതൊക്കെയാണ് വാദ്യങ്ങൾ എന്നിവിടെ പരാമർശിച്ചു. മൃദംഗം, പെരുമ്പറ, ഇടയ്ക്ക, കുഴലുകൾ, ഉടുക്കുകൾ, കടുംതുടി, അങ്ങനെ വ്യത്യസ്തങ്ങളായ വാദ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ലളിതാപരമേശാന്യ അങ്കുശാസ്ത്രാൽ സമുദ്ഗത സമ്പത്കരീ നാമദേവി ചചാല സഹശക്തിഭി. ലളിതാപരമേശ്വരിയുടെ അങ്കുശത്തിൽ നിന്ന്, കയ്യിലുള്ള അങ്കുശത്തിൽ നിന്ന് സമ്പത്കരി എന്നൊരു ദേവി ഉത്ഭവിക്കുകയും തന്റെ ശക്തിദേവതകളോടുകൂടി ഒപ്പം സഞ്ചരിക്കുകയാണ്. ദേവിയുടെ കയ്യിലെ, ആ ലളിതാപരമേശ്വരിയുടെ കയ്യിലെ അങ്കുശം എന്ന ആ ഒരു ഉപകരണം ഒരു തോട്ടിയുടെ ആകൃതിയാണ് എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ അത് നമ്മൾ കാണുന്നത് ആനകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ആനത്തോട്ടി എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ അങ്കുശത്തിൽ നിന്നൊരു ശക്തി ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ കാണുന്ന ഒരു നാമം ഉണ്ട്. ഈ അങ്കുശവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നാമം കടന്നു വരുന്നുണ്ട്. ഇവിടെ സമ്പത്കരി എന്ന ദേവതയെക്കുറിച്ച് പറഞ്ഞു. ഭക്തന് അഭ്യുദയം നൽകുന്ന ശക്തി, സുഖസമ്പന്നമായ ചിത്തവൃത്തി എന്നൊക്കെയാണ് അതിന് താത്പര്യം പറഞ്ഞത്. സമ്പത്കരി എന്നാൽ സുഖസമ്പന്നമായ ചിത്തവൃത്തി, അല്ലെങ്കിൽ ഈ ത്രിപുടി അറ്റതായ തുരീയാവസ്ഥ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളാണ് സാധാരണ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. അതിനെ നീങ്ങി, അതിനെ അതിക്രമിച്ച്, അതാണ് ത്രിപുടിയറ്റത് എന്ന് പറയുക. ആ തുരീയാവസ്ഥയെ ആണ് സൂചിപ്പിക്കുക. സമ്യക്കായിട്ടുള്ള പദം, സന്തുലിതമായ പുരോഗതിയെ സാധ്യമാക്കുന്ന ശക്തി, അതാണ് സമ്പത്കരി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അനേക കോടി മാതംഗ തുരംഗ രഥപത്തിഭി സേവിതാ തരുണാദിത്യ പാടല സമ്പദീശ്വരി.
അനേകം ആന, തേർ, കാലാൾ കുതിരകളോട് കൂടിയിട്ട് അരുണാദിത്യ പാടല, ബാലാസൂര്യൻ, ബാലാർക്കൻ എന്നൊക്കെയാണ് ഉദിച്ചു വരുന്ന സമയത്തെ സൂര്യന്റെ പ്രഭയോടുകൂടി ആ സമ്പത്കരി ദേവി അങ്ങനെ പുറപ്പെടുന്നു. ആ സമ്പത്കരിയെ പിന്തുടർന്നുകൊണ്ട് അനേകം സൈന്യങ്ങൾ. സമ്പത്തുകൾക്ക് നാഥയായിട്ടുള്ള സമ്പത്കരിയുടെ മാറിൽ ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലങ്ങളെ അമർത്തിക്കൊണ്ടാണ് വളരെ മുറുക്കി കെട്ടിയതായ മാർച്ചട്ട ശോഭിക്കുന്നത്. തസ്യാശ്ച സമ്പന്നാഥായ പീനസ്തനസു സങ്കട കങ്കടോ ഘനസന്നാഹോ രുരുജേ വക്ഷസിസ്ഥിത കമ്പമാന ഖഡ്ഗലത ബിരുജൽ തത്കരേ ധൃത. സമ്പത്കരി ദേവിയുടെ കയ്യിൽ അതിഭയങ്കരമായ ഭയാനകമായ ഒരു വാൾ ധരിച്ചിട്ടുണ്ട്. അടുത്തതായി ലളിതാദേവിയുടെ കയ്യിലെ പാശത്തിൽ നിന്നാണ് വരുണൻ സമ്മാനിച്ചതായ നാഗപാശം. ആ പാശത്തിൽ നിന്നാണ് അശ്വാരൂഢ എന്ന ദേവി പുറപ്പെട്ടത്. ശ്രീപാശം, സ്ത്രീയോടുകൂടിയ പാശം. സ്ത്രീ ശബ്ദത്തിന് പല അർത്ഥങ്ങളെയും മുൻപ് കൽപ്പിച്ചു. വിഷം, ഐശ്വര്യം, ശോഭ. നാഗപാശത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ ദേവിയാണ് അശ്വാരൂഢ. കുതിരപ്പുറത്ത് ആണ് എന്നതുകൊണ്ടാണ് ആ ദേവിക്ക് അശ്വാരൂഢ എന്ന പേരുണ്ടായത്. ഗുപ്തമന്ത്രങ്ങളിൽ പ്രധാനമായൊരു മന്ത്രം കൂടിയിട്ടാണ് അശ്വാരൂഢ മന്ത്രം. അത് ഗുരുപദേശമനുസരിച്ച് ജപിക്കാവൂ എന്നും നിശ്ചിത സംഖ്യയിലധികം ജപിക്കരുത് എന്നും ഒക്കെ മഹാത്മാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വളരെയധികം സമ്പത്തിനെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവീഭാവം ആയിട്ട് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും ഈ അശ്വാരൂഢ ഉപാസന കൊണ്ട്. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ, ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളെ നിയന്ത്രിക്കുന്നവളാണ് അശ്വാരൂഢാദേവി. കോടിക്കണക്കിന് കുതിരകൾ ഈ അശ്വാരൂഢാദേവിയെ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അനേകം മനസ്സുകളെ, കോടിക്കണക്കിന് മനസ്സുകളെ നിയന്ത്രിക്കാൻ പോന്ന ശക്തി എന്ന് അർത്ഥം. അപ്രകാരം ആ സമ്പത്കരിയുടെ സൈന്യങ്ങളും ഈ അശ്വാരൂഢാദേവിയുടെ സൈന്യങ്ങളും ലളിതാ പരമേശ്വരിക്ക് അകമ്പടി സേവിക്കുന്നു. പിന്നീട് ആ കുതിരകളുടെയൊക്കെ പ്രഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഏതാനും ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് കാണാൻ കഴിയുക. പനായുദേശം, കാംഭോജം, സിന്ധുദേശം, അവിടെ നിന്നെല്ലാം ഉള്ള കുതിരകൾ, നന്നായി അഭ്യസിപ്പിക്കപ്പെട്ടതായ, തന്നെ നിയന്ത്രിക്കുന്ന തന്റെ യജമാനന്റെ മനസ്സറിയാൻ കഴിയുന്ന, നല്ല ശേഷിയുള്ള ലക്ഷണങ്ങൾ ഒത്ത കുതിരകൾ ഒക്കെയാണ് എന്ന് പറഞ്ഞു. പഞ്ചധാരാസു ശിക്ഷാഢ്യ വിനീത അർത്ഥപുലായിത ഫാലശുക്തി ശ്രിയായുക്ത ശ്വേതശുക്തി സമന്വിത. പഞ്ചധാരകൾ, 5 തരം ഗതികൾ അല്ലെങ്കിൽ 5 വേഗങ്ങൾ. ആസ്കന്ദിതം, ധൗരിതകം, ചേചിതം, വൽകിതം, പ്ലുതം. ഇങ്ങനെയാണ് 5 വേഗങ്ങൾ. അശ്വാരൂഢാദേവി
തൻ്റെ അശ്വങ്ങളിൽ അപരാജിതൻ എന്ന തേജസ്വിയായിട്ടുള്ള അശ്വത്തിൽ സഞ്ചരിക്കുന്നു. ഒപ്പം തന്നെ സൈന്യങ്ങളുണ്ട്. ആ ദേവിയുടെ കയ്യിൽ പാശം, അങ്കുശം, ചമ്മട്ടി, കടിഞ്ഞാൺ, അതാണ് അശ്വാരൂഢയുടെ അംഗങ്ങളെ സൂചിപ്പിക്കുന്നത്. പാശവും അങ്കുശവും കൂടാതെ കുതിരകളെ നിയന്ത്രിക്കാൻ പോന്ന ചമ്മട്ടിയും കടിഞ്ഞാണുമാണ് ഉള്ളത്. അടുത്തത് ദണ്ഡനാഥ. ആ ദണ്ഡനാഥ ദേവിയുടെ ആവിർഭാവമാണ് തുടർന്ന് പറയുന്നത്. അഥ ശ്രീദണ്ഡനാഥായ നിര്യാണപടഹധ്വനി ഉദ്ദണ്ഡ സിന്ധുനിധ്വാനശ്ചകാര ബധിരം ജഗത്. ദണ്ഡനാഥാദേവിയുടെ പുറപ്പാട്. ഈ പറഞ്ഞ സമ്പത്കരി, അശ്വാരൂഢ, ദണ്ഡനാഥ, ഈ നാമങ്ങളെല്ലാം വീണ്ടും നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കാണുന്നു. ഇവിടെ ആ ദേവിമാരുടെ ആവിർഭാവത്തെ കുറിച്ച്, ആ പുറപ്പാടാണ് ഇവിടെ പറയുന്നത്. ദണ്ഡനാഥ, ദണ്ഡ് കയ്യിൽ ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നാണ് അർത്ഥം. ശിക്ഷിക്കുന്നവളാണ്. ഒരു സൈന്യവ്യൂഹത്തിന്റെ നാഥയാണ്. ഈ ലളിതാപരമേശ്വരിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന സേനാനായികയായിട്ടാണ് ദണ്ഡനാഥ. അതികഠിനമായ വജ്രം പോലെ കരുത്തുള്ള അസ്ത്രങ്ങളെ കൊണ്ട് 10 ദിക്കുകളെയും പിളർക്കാൻ കഴിയുന്ന ശക്തിദേവകളോടുകൂടി ആ ദണ്ഡനാഥ പുറപ്പെട്ടു. സൈന്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ശക്തിദേവതമാർ ഒപ്പമുണ്ട്. വ്യത്യസ്തങ്ങളായ വാഹനങ്ങളിൽ അത തുംഗധ്വജശ്രേണീർ മഹിഷാംഗ മൃഗാംഗിത സിംഹാംഗാശൈവ വിഭ്രാണ ശക്തയോ ഗജലൻപുര. മൃഗത്തിന്റെ, മാനിന്റെ പുറത്ത്, സിംഹത്തിന്റെ പുറത്ത്, മഹിഷത്തിന്റെ പുറത്ത് ഒക്കെ ഈ ശക്തിദേവതകൾ സഞ്ചരിച്ചു. ഈ ദണ്ഡനാഥാദേവിയുടെ ആ ഒരു അകമ്പടിയില് അല്ല, വെളുത്ത അനേകം വെൺകൊറ്റക്കുടകൾ ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോൾ ആകാശത്തില് അനേകം ചന്ദ്രമണ്ഡലങ്ങൾ ഉള്ളതുപോലെ തോന്നിപ്പിച്ചു എന്ന് പറയുകയാണ്. ഈ ദണ്ഡനാഥാദേവിയുടെ പ്രഭാവത്തെ കണ്ടും യുദ്ധത്തിനായിക്കൊണ്ട് വളരെയധികം ആവേശത്തോടും കൂടി സൈന്യങ്ങളോടുകൂടി പുറപ്പെടുന്ന ആ സമയത്ത് ദേവന്മാർ ഭയഭക്തി പൂർവം ദേവിയുടെ 12 നാമങ്ങളെ ചൊല്ലി സ്തുതിച്ചു. ഇവിടെ അഗസ്ത്യൻ ചോദിക്കുകയാണ്, അഗസ്ത്യ ഋഷിയോട്, ഹയഗ്രീവ ഋഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ ഹയഗ്രീവ മഹർഷേ, ആ 12 നാമങ്ങൾ ഏവയാണ്? ഇവിടെ ആ ദണ്ഡനാഥയെ സ്തുതിക്കുന്ന വളരെ പ്രസിദ്ധമായ 12 നാമങ്ങൾ. ശൃണു ദ്വാദശനാമാനി തസ്യാ ദേവിയ ഘടോദ്ഭവ. അല്ലയോ അഗസ്ത്യ, ഇതാണ് ആ 12 നാമങ്ങൾ. പഞ്ചമീ ദണ്ഡനാഥ ച സങ്കേത സമയേശ്വരി തഥാ സമയസങ്കേത വാരാഹി പോത്രിണി ശിവ. വാർത്താളീ ച മഹാസേനാപ്യാജ്ഞാചക്രേശ്വരി തഥാ അരിഘ്നി ചേതി സംപ്രോക്തം നാമദ്വാദശകം മുനെ. പഞ്ചമി
ദണ്ഡനാഥ, സങ്കേത, സമയേശ്വരി, സമയസങ്കേത, വാരാഹി, പോത്രിണി, ശിവ, വാർത്താളി, മഹാസേന, ആജ്ഞാചക്രേശ്വരി, അരിഘ്നി. ഇങ്ങനെയാണ് 12 നാമങ്ങൾ. പഞ്ചമപത്നി, അതാണ് പഞ്ചമി. പഞ്ചമന്റെ പത്നി, അതായത് സദാശിവ പത്നി. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഇവരെയാണ് പഞ്ചബ്രഹ്മങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. പഞ്ചമൻ, അഞ്ചാമത്തെ ആളുടെ ആയിട്ടുള്ള സദാശിവ പത്നി. ദണ്ഡനാഥ, ദണ്ഡ് കയ്യിലേന്തിയവൾ, ശിക്ഷാധികാരമുള്ളവൾ, ദേവിയുടെ സേനാനായിക. സങ്കേത, സങ്കേത എന്നാൽ സമ്പ്രദായങ്ങളിൽ നിന്ന് അഭിന്ന. 3 സങ്കേതങ്ങളാണ് പൂജാ വിധികളിൽ, ആഗമങ്ങളിൽ പറയുന്ന ചക്രസങ്കേതം, മന്ത്രസങ്കേതം, പൂജാസങ്കേതം. ഈ 3 സങ്കേതങ്ങളും ദേവി തന്നെയാണ്. സമയേശ്വരി, സമയത്തിന്റെ ഈശ്വരി. വസിഷ്ഠതന്ത്രം, ശുകതന്ത്രം, സനകതന്ത്രം, സനന്ദനതന്ത്രം, സനൽകുമാരതന്ത്രം എന്നിങ്ങനെ തന്ത്രങ്ങളുടെ ഈശ്വരിയാണ്. ശിവന് അധീനയായവളാണ്. സമയസങ്കേത, സമയങ്ങളിൽ പ്രസിദ്ധയായവൾ. വാരാഹി ദേവി, വാരാഹി ദേവിയെയാണ് വാരാഹി എന്ന് വിശേഷിപ്പിക്കുന്നത്. വരാഹത്തിന്റെ ശക്തി വിശേഷമാണ്. പോത്രിണി, സൂകരത്തിന്റെ മുഖം ആയിട്ട്. വാരാഹി തന്നെയാണ് അവിടെ, പന്നിയുടെ മുഖമാണ് ആ രൂപം, അതാണ് പോത്രിണി. ശിവ, ശിവന്റെ ഇച്ഛാരൂപിണിയാണ്. വാർത്താളി, വാർത്തകൾ അഥവാ കല്യകളായ സഖികളോടുകൂടിയവൾ. വാർത്ത എന്ന ആ ശബ്ദത്തിന് പ്രവൃത്തി എന്നും തൊഴിലെന്നുമൊക്കെ അർത്ഥമുണ്ട്. മഹാസേന, മഹത്തായ സേനയോടുകൂടിയവൾ. ആജ്ഞാചക്രേശ്വരി, ആജ്ഞാചക്രത്തിന്റെ അധീശ്വരിയാണ്. ആജ്ഞാചക്രത്തിലാണ് ശ്രീരുദ്രൻ വസിക്കുന്നത്. ആ ആജ്ഞാചക്രത്തിന്റെ അധീശ്വരിയാണ്. അരിഘ്നി, ശത്രുക്കളെ ഹനിക്കുന്നവളാണ്. നാമദ്വാദശകാഭിഖ്യ വജ്രപഞ്ചരമധ്യക സങ്കടേ ദുഃഖമാപ്നോതി ന കഥാചന മാനവ. നാമദ്വാദശകം എന്നറിയപ്പെടുന്ന ഈ 12 നാമങ്ങളെ വജ്രപഞ്ചര മധ്യത്തിൽ, വജ്രം കൊണ്ട് നിർമ്മിച്ച ഒരു കൂടിന് നടുവിൽ ഇരിക്കുന്നത് പോലെ ഈ നാമത്തെ ധരിക്കുന്ന, നാമ ഉപാസന ചെയ്യുന്ന ഒരുവന് ദുഃഖം ബാധിക്കില്ല, ക്ലേശം ബാധിക്കില്ല എന്ന് ഫലശ്രുതി പറഞ്ഞു. ഇത്തരത്തിൽ ആ ദേവിയുടെ യാത്രയാണ് ഇവിടെ വർണ്ണിച്ച് വന്നത്. അടുത്തതായി ലളിതാപരമേശ്വരിയുടെ മഹാമന്ത്രി സ്ഥാനത്തുള്ള സംഗീതയോഗിനി എന്ന ദേവിയുടെ പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ശൃംഗാരപ്രായഭൂഷാണാം ശാദ്വല ശ്യാമളത്വിഷാം വീണാസനാഥപാണീനാം ശക്രീനാം നിജയോബലം. ശൃംഗാരകരമായിട്ടുള്ള ഭൂഷണങ്ങൾ അണിഞ്ഞ് ശ്യാമവർണ്ണയായി വീണ ധരിച്ചുകൊണ്ട് കൂടെയുള്ളവർ നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു
വ്യത്യസ്തങ്ങളായ വാദ്യോപകരണങ്ങൾ, വീണ, വേണു, മൃദംഗം, അതൊക്കെ വാദനം ചെയ്യുന്നു. ശ്യാമനിറത്തിലുള്ള മഹാമന്ത്രിണീ ദേവി അരുണവർണ്ണമുള്ള കവചം ധരിച്ച് ദ്രാക്ഷാരസം ആസവം പാനം ചെയ്തുണ്ടായ മദത്തിൽ നിന്ന് കണ്ണുകളൊക്കെ അങ്ങനെ ചുവന്നു തുടുത്ത് ഗേയചക്രം എന്ന വലിയ തേരിൽ പ്രവേശിച്ച് ആ സൈന്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ട് എന്നാണ്. പീലികണ്ട് നിർമ്മിച്ചതായ ത്രികോണ ചക്രം ഇപ്രകാരം യുദ്ധസന്നദ്ധയായി പുറപ്പെട്ട മന്ത്രിണീ ദേവിയെ ദേവന്മാർ 16 നാമങ്ങളെ കൊണ്ട് സ്തുതിച്ചു. താനി ഷോഡശനാമാനി. അനന്തരം ആ 16 നാമങ്ങളെയും ഇവിടെ സൂചിപ്പിച്ചു. സംഗീതയോഗിനി ശ്യാമ, ശ്യാമള മന്ത്രിനായിക, മന്ത്രിണി സജീവേശാനി, പ്രധാനേശി ശുഖപ്രിയ, വീണാവതി വൈണികീച, മുദ്രിണി പ്രിയകപ്രിയ, നീപപ്രിയ കദംബേശി, കദംബവനവാസിനി, സദാമദാച നാമാനി ഷോഡശൈതാനി കുംഭജ. സംഗീതയോഗിനി, സംഗീതത്തോടെ ഏകത്വഭാവന പുലർത്തുന്ന ദേവി. സംഗീതപ്രിയയായ യോഗിനി. ശ്യാമ, കറുപ്പ് നിറം ഉള്ളതുകൊണ്ട് ശ്യാമ. 16 വയസ്സായ കന്യകയുടെ രൂപത്തിലുള്ളവൾ ശ്യാമ. മന്ത്രിനായിക, മന്ത്രിമാരിൽ വെച്ച് മുഖ്യസ്ഥയാണ്. മന്ത്രിണി, ലളിതാ പരമേശ്വരിക്ക് ഉപദേശത്തെ നൽകുന്നവൾ. സജീവേശാനി, മന്ത്രിമാരിൽ വച്ച് ഈശാനിയായിട്ടുള്ളവൾ, നായികയായിട്ടുള്ളവൾ. പ്രധാനേശി, പ്രധാനികളിൽ പ്രധാനി, പ്രധാനികളിൽ വെച്ച് ഈശ്വരി. രാജ്യകാര്യങ്ങളുടെ ആലോചനയിലും നടത്തിപ്പിലും മന്ത്രിമാർ, സജീവർ, പ്രധാനർ ഇവരൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നു. മന്ത്രിണി ദേവി ആ ലളിതാ പരമേശ്വരിയുടെ ബുദ്ധി സാമീപ്യവും കർമ്മ സാമീപ്യവും സഹായ പ്രാധാന്യവും വഹിക്കുന്നു. ശുഖപ്രിയ, ശുഖം തത്തയാണ്. ആ ശുഖത്തിനെ ഇഷ്ടമുള്ളവൾ. എപ്പോഴും ദേവിയുടെ കയ്യിൽ ഒരു ശുഖം കാണാം, ഒരു പൈങ്കിളി ഉണ്ടാവാം. അതിൽ നിന്നാണ് ധനുർവേദമുണ്ടായത് എന്നൊക്കെ പറയും. വീണാവതി, വീണയോടുകൂടിയവൾ. വൈണികി, വീണ വാദനം ചെയ്യുന്നവൾ. മുദ്രിണി, അഭയവര മുദ്രകളെ ധരിച്ചവളാണ്. പ്രിയകപ്രിയ, ഞാഴൽ പൂവ് ഇഷ്ടമായിട്ടുള്ളവൾ. നീപപ്രിയ, കടമ്പിൻ പുഷ്പത്തെ പ്രിയമായിട്ടുള്ളവൾ. കദംബേശി, കദമ്പ് മരത്തിന്റെ ഈശ്വരിയാണ്. കദംബ വനവാസിനി, കദമ്പിൻ തോട്ടങ്ങളിൽ വസിക്കുന്നവളാണ്. കദംബ കുസുമപ്രിയ, കദംബ വനവാസിനി. ഈ നാമങ്ങളൊക്കെ നമുക്കിനിയും ലളിതാ സഹസ്രനാമത്തിൽ കാണാം. സദാമത, എല്ലായ്പ്പോഴും മതത്തോടുകൂടിയവൾ. ഈ 16 നാമങ്ങളെ കൊണ്ട് മന്ത്രിണീ ദേവിയെ ഒരിക്കലെങ്കിലും സ്തുതിച്ചാൽ തസ്യ ത്രൈലോക്യമഖിലം വശേ തിഷ്ഠത്യ സംശയം. 3 ലോകങ്ങളും അവന് വശീകരിക്കപ്പെടും എന്ന് സർവവശീകരമായ നാമങ്ങളാണ് 16 നാമങ്ങൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ദേവിയുടെ യാത്രയെ വീണ്ടും തുടരുന്നത്. ലളിതാ പരമേശ്വരി നിർവഹിക്കേണ്ടതായ രാജ്യകാര്യ വിചാരം, ശക്തി ദേവിമാർ നിർവഹിക്കേണ്ട കാര്യങ്ങളും ഇതെല്ലാം മന്ത്രിണി എന്നുള്ള ദേവിക്ക് അധീനമാണ് എന്നും ആ മന്ത്രിണീ ദേവിയുടെ അഭിപ്രായം
പോലെയാണ് ലളിതാപരമേശ്വരി പ്രവർത്തിക്കുന്നത് പോലും. മറ്റ് ശക്തി ദേവതമാരെല്ലാം ആ മന്ത്രിണീ ദേവിയുടെ ആജ്ഞാനുവർത്തികളാണ് എന്ന് പറഞ്ഞു. മന്ത്രിണീ ദേവിയുടെ ഒരു കയ്യിൽ ഒരു ശുകമുണ്ട്, ഒരു പൈങ്കിളിയുണ്ട് എന്ന് മുൻപ് പറഞ്ഞു. അതുകൊണ്ടാണ് ശുകപ്രിയ എന്ന പേര് വന്നത്. ആ ദേവിയുടെ തൃക്കൈയിലുള്ള പൈങ്കിളിയിൽ നിന്ന് ഞാൻ കുലച്ച് വില്ല് കയ്യിൽ ധരിച്ച് ധനുർവേദ പുരുഷൻ ആവിർഭവിച്ചു എന്നും ആ ധനുർവേദ പുരുഷൻ ഭക്തിയോടുകൂടി മന്ത്രിണീ ദേവിയെ നമസ്കരിക്കുകയും എന്നിട്ടിതാ പ്രാർത്ഥിക്കുകയാണ്. ദേവി, അവിടുന്ന് ഭണ്ഡാസുരനുമായി യുദ്ധത്തിന് പുറപ്പെടവേ ഞാൻ സഹായത്തിനായിട്ട് വന്നതാണ്. ഈ ചിത്രജീവം എന്ന വില്ല് സ്വീകരിച്ചാലും ഇത് സർവ്വ അസുരന്മാരെയും നശിപ്പിക്കുവാൻ പോകുന്നതാണ്. ഒപ്പം തന്നെ അമ്പെടുങ്ങാത്തതായ 2 ആവനാഴികളെയും സ്വീകരിച്ചാലും. ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടാണ് ധനുർവേദ പുരുഷൻ ആ വില്ലും ആവനാഴികളും സമർപ്പിച്ചു. അതിനെ മന്ത്രിണീ ദേവി സ്വീകരിച്ചു. ഗയചക്രരഥാരൂഢാം താം പശ്ചാച്ചസിഷേവിരേ. അതിനെ തുടർന്നിട്ടാണ് ദേവി ഗയചക്രരഥത്തില് പ്രവേശിക്കുന്നു. അനേകം അക്ഷൗഹിണി ശക്തികളാണ് ദേവിയെ ഒപ്പം തന്നെ ആ സൈന്യത്തില് അകമ്പടി സേവിക്കുന്നത്. രഥങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ചക്രരാജ രഥം, അതിൽ പ്രവേശിച്ച ആ മന്ത്രിണീ ദേവി ജ്വലിക്കുന്നതായ അങ്കുശം, സർപ്പതുല്യമായ പാശം, കയ്യിലേന്തിയതായ കരിമ്പുവില്ല്, 5 പുഷ്പബാണങ്ങൾ ഇവയൊക്കെ ധരിച്ചുകൊണ്ടാണ് എഴുന്നള്ളുന്നത്. വിജയ തുടങ്ങിയിട്ടുള്ള പരിചാരികമാർ വെഞ്ചാമരങ്ങളെ കൊണ്ട് ദേവിയെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ഇന്ന പ്രകാരമാണ് എന്ന് വർണ്ണിക്കാൻ കഴിയാത്തതായി 3 ലോകങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തി സാമ്രാജ്യത്താലുള്ള അഭിമാനം വഹിച്ചുകൊണ്ടാണ് ദേവി എഴുന്നള്ളിയത്. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഭക്തിയോടുകൂടി ശിരസിൽ കൈകൂപ്പി ചേർത്തുകൊണ്ടാണ് ബന്ധപ്പെട്ട് സ്തുതിക്കുന്നു. അപ്സരസ്സുകളെല്ലാം ആ ദേവിക്ക് മംഗളമാശംസിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടിയെ ചെയ്യുന്നു. പ്രകാരം ആ ദേവി ലളിതാ പരമേശ്വരിയുടെ നിർദ്ദേശമനുസരിച്ച് ലളിതാ പരമേശ്വരിയോടൊപ്പം തന്നെ മറ്റ് ദേവിമാരെല്ലാവരും ഭണ്ഡാസുരനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഇവിടെ ദേവന്മാർ ദേവിക്കായിക്കൊണ്ട് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് മറ്റ് ഒരു സ്തോത്രം ചെയ്തു എന്ന് പറയുകയാണ്. 25 നാമങ്ങളെ കൊണ്ട് സ്തുതിച്ചു. അപ്പൊ അഗസ്ത്യൻ ചോദിക്കുകയാണ്, അല്ലയോ ഹയഗ്രീവ ഋഷേ, ആ 25 നാമങ്ങൾ ഏതൊക്കെയാണ്? തുടർന്ന് ആ നാമങ്ങളെയാണ് ഇവിടെ വർണ്ണിച്ചത്. ഹയഗ്രീവ ഉവാച.
സിംഹാസനേശി ലളിത മഹാരാജ്ഞി വരാങ്കുശ ചാപിനി ത്രിപുരാ ചൈവ മഹാത്രിപുരസുന്ദരി സുന്ദരി ചക്രനാഥാ ച സമ്രാജ്ഞി ചക്രിണീ തഥാ ചക്രേശ്വരി മഹാദേവി കാമേശി പരമേശ്വരി കാമരാജപ്രിയ കാമകോടിക ചക്രവർത്തിനി മഹാവിദ്യ ശിവാനംഗവല്ലഭ സർവപാടല കുലനാഥ അമനായനാഥ സർവ അമനായ നിവാസിനി ശൃംഗാരനായിക ചേതി പഞ്ചവിംശതി നാമഭി സ്തുവന്തിയേ മഹാഭാഗാം ലളിതാപരമേശ്വരിം തേ പ്രാപ്നുവന്തി സൗഭാഗ്യമഷ്ടൗ സിദ്ധിർമഹദ്യശ. 25 നാമങ്ങളെയാണ് ഇവിടെ വിസ്തരിച്ചത്. സിംഹാസനേശ്വരി, ലളിത, മഹാരാജ്ഞി, വരാങ്കുശ, ചാപിനി, ത്രിപുര, മഹാത്രിപുരസുന്ദരി, സുന്ദരി, ചക്രനാഥ, സമ്രാജ്ഞി, ചക്രിണി, ചക്രേശ്വരി, മഹാദേവി, കാമേശി, പരമേശ്വരി, കാമരാജപ്രിയ, കാമകോടിക, ചക്രവർത്തിനി, കുലനാഥ, ആമനായനാഥ, സർവാമനായ നിവാസിനി, ശൃംഗാരനായിക. സിംഹാസനേശ്വരി പ്രപഞ്ചമാകുന്ന സാമ്രാജ്യത്തെ ശാസിച്ച് ഭരിക്കുന്നത് കൊണ്ടാണ് ആ പേര്. സിംഹത്തെ വാഹനമാക്കിയതുകൊണ്ട് സിംഹാസനേശ്വരി. സിംഹശബ്ദത്തിന് ശ്രേഷ്ഠമെന്നും അർത്ഥമുണ്ട്. ലളിതാ സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാം ശ്രീമത് സിംഹാസനേശ്വരി, ശ്രേഷ്ഠമായ ആ ഇരിപ്പിടത്തോടുകൂടി. ലളിത, ശ്രീപരമേശ്വരിൽ നിന്ന് അഭിന്നയായി, ശുദ്ധ സത്വഘനയായി, പരബ്രഹ്മ സ്വരൂപിണിയായിട്ടുള്ള ദേവി ലളിത. മഹാരാജ്ഞി, സർവലോക പരിപാലന അധികാരിണിയാണ് ദേവി, മഹാരാജ്ഞിയാണ്. വരാങ്കുശ, ശ്രേഷ്ഠമായ അങ്കുശം, പാശവും അങ്കുശവും. അതിൽ അങ്കുശം അത് ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപമായ അങ്കുശത്തെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് വരാങ്കുശ. ചാപിനി, ചാപത്തെ ധരിച്ചിരിക്കുന്നു. കരിമ്പുവില്ലാണ് എന്ന് പറഞ്ഞു, അത് മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സാകുന്ന കരിമ്പുവില്ലോടുകൂടിയവൾ. ത്രിപുര, ത്രിമൂർത്തികളിൽ നിന്നും പുരാതനിയായിട്ടുള്ളവൾ. മനസ്സും ബുദ്ധിയും ചിത്തവുമാകുന്ന ത്രിപുരങ്ങളിൽ വസിക്കുന്നവൾ. ഏതൊക്കെ ത്രിത്വഭാവത്തിൽ ത്രിവർഗാത്മകമായ സകല വസ്തുക്കളും ത്രിപുരാദേവിയുടെ വാചകങ്ങളാണ്. മഹാത്രിപുരസുന്ദരി, സർവാതിശായിയായിട്ടുള്ള സൗന്ദര്യത്തിന് നിലയമായിട്ടുള്ളത്. ചക്രനാഥ, ശ്രീചക്രം തുടങ്ങിയിട്ടുള്ള ചക്രങ്ങൾക്കെല്ലാം നാഥയാണ്. ഇനി ആധാരചക്രങ്ങളുടെയും നായികയാണ്, അതുകൊണ്ടും ചക്രനാഥ. സമ്രാജ്ഞി, സാമ്രാജ്യത്തിന്റെ നായികയാണ്. ചക്രിണി, ചക്രത്തെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ചക്രിണി, ചക്രത്തോടു കൂടിയവൾ ചക്രിണി. ശ്രീചക്രാധിവാസിനി ആയതുകൊണ്ട് ചക്രിണി. ചക്രേശ്വരി, ശ്രീചക്രത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ. മഹാദേവി, സർവദേവിമാരിലും മഹതിയാണ്. കാമേശി, കാമേശ്വരന്റെ പത്നിയാണ്. ശ്രീപരമേശ്വരന്റെ പത്നിയാണ് കാമേശി. പരമേശ്വരി, സർവോത്കൃഷ്ടമായ ഈശ്വരി, സർവോത്കൃഷ്ടയായിട്ടുള്ള ഈശ്വരി, അതുകൊണ്ട് പരമേശ്വരി. കാമരാജപ്രിയ, കാമേശ്വരന് പ്രിയയായിട്ടുള്ളവൾ. കാമകോടിക, കാമനാകുന്ന കോടിയോടു കൂടിയവൾ. ചക്രവർത്തിനി, ശ്രീചക്രത്തിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചക്രവർത്തിനി എന്ന പേര്. മഹാവിദ്യ, ശ്രീവിദ്യ സ്വരൂപിണിയായതുകൊണ്ടാണ് മഹാവിദ്യ എന്ന അടുത്ത നാമം.
ശിവാനംഗവല്ലഭ, ശിവകാമേശ്വരന് വല്ലഭയായിട്ടുള്ളവൾ. സർവപാടല, ചുവന്ന നിറത്തോടു കൂടിയിട്ട് ആ ദിവ്യ ദേഹത്തോടു കൂടിയിട്ട് ഉള്ളവൾ. കുലനാഥ, കുലാങ്കനയാണ്. ആമനായനാഥ, ആഗമങ്ങൾക്ക് നായികയാണ്, മന്ത്രങ്ങൾക്കും വേദങ്ങൾക്കും നായികയാണ്. സർവാമനായ നിവാസിന, എല്ലാ ആഗമങ്ങളിലും ഇരുന്ന് അരുന്നുള്ളവളാണ്. സർവ ആമനായങ്ങളുടെയും പൊരുളാണ്. ശൃംഗാരനായിക, ശൃംഗാരരസത്തിന്റെ നായികയാണ്. ഇത്തരത്തിൽ 25 നാമങ്ങളെ ഇവിടെ വർണ്ണിച്ചുകൊണ്ടാണ്, അതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ആരാണോ ഈ സ്തുതിയെ ചെയ്യുന്നത് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും എന്ന് ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ 12ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ ലളിതാപരമേശ്വരിയുടെ, ആ മഹാരാജ്ഞിയുടെ ശ്രീചക്രരാജരഥത്തിന്റെ പർവസന്ധികളിൽ സാന്നിധ്യം ചെയ്യുന്ന ആവരണശക്തികൾ, മന്ത്രിണീ ദേവി, ആ ദേവിയുടെ ഗേയചക്രരഥത്തിലെ ആവരണശക്തികൾ, അവയൊക്കെ പറയുകയാണ്. നവമം പർവദീപ്തസ്യ രഥസ്യ സമുപാശ്രിത ദശപ്രോക്ത സിദ്ധിദേവ്യ താസാം നാമാനി മച്ഛൃണു. 10 സിദ്ധിദേവിമാർ എന്നാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അണിമ, മഹിമ, ലഖിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാമ്യം, മുക്തി, സർവകാമം. അങ്ങനെ 10 സിദ്ധിദേവതകളാണ് ആ ശ്രീചക്രരാജരഥത്തിന്റെ സന്ധിയിൽ സാന്നിധ്യം ചെയ്യുന്നത്. ചെമ്പരത്തിപ്പൂവിന്റെ നിറം, 4 കൈകളില്, ഓരോ കൈകളിലും ചിന്താമണി, കപാലം, ത്രിശൂലം, സിദ്ധ്യഞ്ജനം, ഇവയൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. സനകാദി യോഗീന്ദ്രന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടാണ് അവർ വർത്തിക്കുന്നത്. ഈ ചക്രരാജരഥത്തിന്റെ 9ാമത്തെ സന്ധിയിലാണ് ഈ 10 സിദ്ധിദേവിമാർ ഉള്ളത്. ആ പർവ്വത്തിന്റെ മുകൾ ഭാഗത്ത് 9ാം പർവ്വത്തിന്റെ ചതുരശ്രത്തിൽ 3 രേഖകളുണ്ട്. അതിൽ 2ാമത്തെ രേഖയിൽ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, ഇവ സപ്തമാതൃക്കൾ എന്നാണ് അറിയപ്പെടുക. ഒപ്പം തന്നെ മഹാലക്ഷ്മിയും കൂടി ചേർന്ന് 8 ശക്തിദേവതമാർ. അവര് ചുവപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, കപാലം ധരിച്ചിട്ടുണ്ട്, ചെങ്ങഴി നീർപ്പൂവ് ധരിച്ചിട്ടുണ്ട് കൈകളിൽ. അതിൻ്റെയും മുകളിലായി ഈ ചതുരശ്രത്തിന്റെ 3ാമത്തെ രേഖയിൽ രുദ്രദേവതമാർ, അവര് മഞ്ഞ വസ്ത്രം ധരിച്ച് മുദ്രാവിരചന നടത്തിക്കൊണ്ട് വർത്തിക്കുന്നു. വാളും പരിചയവും ഒക്കെ ധരിച്ചുകൊണ്ടാണ്. ഈ മുദ്രാശക്തികളുടെ പേരുകളും സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷണി, സർവവശങ്കരി, സർവോന്മാദിനി, സർവമഹാങ്കുശ, സർവഖേജരി, സർവബീജ, സർവയോനി, സർവത്രിഖണ്ഡിനി. ഇവരും ഈ ഭണ്ഡാസുര നിഗ്രഹത്തിനായിട്ട് ചക്രരാജരഥത്തിൽ വർത്തിക്കുന്നു. ഈ രഥത്തിന്റെ 8ാമത്തെ പർവ്വത്തിൽ ചന്ദ്രകലാരൂപിണികളായി
ചന്ദ്രന് 16 കലകളാണ്. ആ 16 ശക്തി ദേവതമാരെയും ഇവിടെ പേര് കണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി തുടങ്ങിയിട്ടുള്ള ആ 16 ശക്തികൾ. അവർ ചന്ദ്രക്കല ധരിച്ച് വില്ലും അമ്പും വാളും പരിചയമൊക്കെ അങ്ങനെ ധരിച്ചുകൊണ്ടാണ്. 7-ാം പർവ്വത്തിൽ 8 അനംഗ ശക്തിമാരുണ്ട്. അനംഗകുസുമ, അനംഗമേഖല, അനംഗമദന, അങ്ങനെയുള്ള 8 പേർ. അവർ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നിറത്തോടുകൂടി കൈകളിൽ കരിമ്പുവില്ലും പുഷ്പബാണങ്ങളും ചങ്ങഴിനീർ പൂവും പുഷ്പം കൊണ്ടുള്ള ഒരു കന്തുകവും ഒക്കെ ധരിച്ച് നിൽക്കുന്നു. 6-ാമത്തെ പർവ്വത്തിൽ, ഈ ചക്രരാജ രഥത്തിന്റെ 6-ാമത്തെ പർവ്വത്തിൽ തലമുടിയെ വേണിയാക്കി ബന്ധിച്ച് സിന്ദൂരം ധരിച്ച് കലാഗ്നി സദൃശമായ തേജസ്സോടുകൂടി കൈകളിൽ അഗ്നിമയമായ വില്ലും അമ്പും വന്യചക്രം എന്ന പരിചയമൊക്കെ ധരിച്ച് സർവസംക്ഷോഭിണി തുടങ്ങിയിട്ടുള്ള ശക്തികൾ സാന്നിധ്യം ചെയ്യുന്നു. സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവ ആഹ്ലാദിനി, സർവസമ്മോഹിനി, ഇങ്ങനെ 14 യോഗിനിമാരാണ് 6-ാമത്തെ പർവ്വത്തിൽ. 5-ാമത്തെ പർവ്വത്തിൽ കുലോത്തീർണ യോഗിനികൾ എന്നറിയപ്പെടുന്ന ദേവിമാരാണ്. സ്ഫടിക നിറത്തോടു കൂടിയിട്ടാണ് അവർ കൈകളിൽ പാശം, മഴു, ഖണ്ഡ, ഗദ ഇവരൊക്കെ ധരിച്ചിട്ടുണ്ട്. അവരുടെയും പേരുകളെ ഇവിടെ സൂചിപ്പിച്ചു. സർവസിദ്ധിപ്രദ, സർവസമ്പൽപ്രദ, സർവമംഗളകാരിണി, അങ്ങനെ തുടങ്ങിയിട്ട് വരുന്നു. ഈ ചക്രരാജരഥത്തിന്റെ 4-ാമത്തെ പർവ്വത്തിൽ നിഗർഭയോഗിനികൾ എന്നറിയപ്പെടുന്ന 10 ദേവിമാർ, സർവജ്ഞ, സർവശക്തി, സർവ ഐശ്വര്യപ്രദായിനി, ഒരു വജ്രം, വേൽ, തോമരം, ചക്രം ഇവ ആണ് ധരിച്ചിട്ടുള്ളത്. 3-ാമത്തെ പർവ്വത്തിലാണ് രഹസ്യ യോഗിനികൾ അഥവാ വാഗ്ദേവിമാർ എന്നറിയപ്പെടുന്നു. ചുവന്ന അശോക പുഷ്പത്തിന്റെ നിറത്തോടുകൂടി കയ്യിൽ അമ്പും വില്ലും ധരിച്ച്, കൂടാതെ 2 കൈകളിൽ വീണയും പുസ്തകവുമാണ്. ഈ 8 പേർ വാഗ്ദേവിമാർ വശിനി, കാമേശി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശി, കൗളിനി. ലളിത പരമേശ്വരിയെ സഹസ്രനാമങ്ങളെ കൊണ്ട് ചൊല്ലി സ്തുതിച്ചവരാണ് ഈ വാഗ്ദേവതമാർ. ലളിതാ സഹസ്രനാമത്തിന്റെ ഋഷിമാരായിട്ടറിയപ്പെടുന്നത് ഈ വശിന്യാദി വാഗ്ദേവിമാരാണ്. അതുകൊണ്ടാണ് വശിന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ഠു ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. സഹസ്രനാമത്തെ എപ്പോഴൊക്കെ നാം ജപിക്കാൻ ആരംഭിക്കുമ്പോഴും ഋഷി ഛന്ദസ് ദേവത അനുസ്മരണം ചെയ്യണം. എങ്കിലേ ആ ഋഷി പരമ്പരകളുടെ അനുഗ്രഹത്തെ നമുക്ക് വന്നു ചേരൂ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ? പേരുകൾ ഇവിടെ സൂചിപ്പിച്ചു. വശിനി, കാമേശി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശി, കൗളിനി, എന്നിങ്ങനെ 8 പേരാണ്. തുടർന്ന് ഈ രഥത്തിന്റെ ചക്രരാജരഥത്തിന്റെ 2-ാമത്തെ പർവ്വത്തിൽ 3 ദേവിമാരാണ്. 8 കൈകളോടുകൂടി ചാപം, ബാണം, പാനപാത്രം, മാതള നാരങ്ങ, വാൾ, പരിച, നാഗപാശം, വലിയ ഖണ്ഡ, അങ്ങനെ രഹസ്യയോഗിനികളായി കാമേശി, വജ്രേശി, ഭാഗമാലിനി എന്നിങ്ങനെ അറിയപ്പെടുന്നവരാണ്.
അന്തരംഗ സഖികൾ, ലളിതാ പരമേശ്വരിയുടെ അന്തരംഗ സഖികളാണ് അവർ 3 ദേവിമാർ. പിന്നീട് ചക്രരാജരഥത്തിന്റെ മധ്യപർവത്തിൽ ഒന്നാമത്തെ പർവത്തിലെ ആനന്ദമഹാപീഠത്തിൽ തിഥിനിത്യകൾ എന്നറിയപ്പെടുന്ന 15 ദേവിമാർ. കാലസ്വരൂപിണികളാണ് ഇവർ. ഇവർ യുഗം തോറും ലോകോപകാരത്തിനായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ചന്ദ്രന്റെ കലകൾക്കുണ്ടാവുന്ന വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ചന്ദ്രനുമായിട്ട് ഈ തിഥി ദേവതകൾക്ക് ബന്ധമുണ്ട്. തിഥികളെ നമ്മൾ കണക്കാക്കുമ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നിങ്ങനെ തിഥികളെ പറയുമ്പോൾ ഈ തിഥികളിൽ തിഥിനിത്യ ദേവിമാരുണ്ട് എന്നാണ് പറയുക. അതേതൊക്കെയാണ് എന്നും ഇവിടെ സൂചിപ്പിച്ചു. കാമേശി, ഭഗമാല, നിത്യക്ലിന്ന, ഭേരുണ്ട, വഹ്നിവാസിനി, മഹാവജ്രേശ്വരി, ദൂതി, ത്വരിത, കുളസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി. ക്രമത്തിൽ പ്രഥമ മുതലുള്ള തിഥികൾക്ക് ആ തിഥി നിത്യമാരുടെ നിത്യദേവതകളാണ് ഇവർ എന്ന് പറഞ്ഞു. മന്ത്രിണീനാഥാദേവി ആ ഗയചക്രരഥത്തിൽ ഈ ലളിതാ പരമേശ്വരിയോടൊപ്പം പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ദേവിയുടെയും രഥത്തെ അലങ്കരിക്കുന്ന ഓരോ പർവ്വങ്ങളിലും അലങ്കരിക്കുന്ന ദേവിമാരേതൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ലളിതാ പരമേശ്വരിയുടെ ശ്രീചക്ര രാജരഥത്തിലും ഒപ്പമുള്ള മന്ത്രിണീദേവിയുടെ ഗേയചക്രരഥത്തിലും സാന്നിധ്യം ചെയ്യുന്ന ആവരണദേവതമാരെ, അവരുടെ പേരുകളും ഭണ്ഡാസുര നിഗ്രഹത്തിനായി അവർ ധരിച്ച ആയുധങ്ങളെയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് ഈ ദേവതമാരുടെ പേരുകൾ കേൾക്കുന്നത് തന്നെ പാപഹരമാണ്. നമ്മൾ ഓരോരുത്തരും ഏതൊരു പ്രവൃത്തി ആണോ ചെയ്യുന്നത്, വിജയം നേടണമെന്ന ഉദ്ദേശത്തോടുകൂടി ഏതൊരു കാര്യം ചെയ്യുന്നു അതിൽ തീർച്ചയായും വിജയമുണ്ടാവും, ഉന്നതി ഉണ്ടാവും എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ലളിതാ ഉപാഖ്യാനം ബ്രഹ്മാണ്ഡപുരാണ അന്തർഗതമായ ഉത്തരഖണ്ഡത്തിലെ ഹയഗ്രീവ അഗസ്ത്യ സംവാദം ഇവിടെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീ മഹാദേവ്യേ നമഃ.